പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 2ാം പാഠഭാഗമായ മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗമാണ് പഠിച്ചത്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? അക്കാലത്ത് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൃഷിരീതികളെക്കുറിച്ചും കാർഷിക സമ്പ്രദായങ്ങളെക്കുറിച്ചും പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ജാഗിർദാരി, ഇക്ത, അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാണിജ്യങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്ന നഗര സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇറ്റലിയിൽ നിന്നും വന്ന ഒരു സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. മധ്യകാല ഇന്ത്യ സന്ദർശിച്ച ഒരു സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. അദ്ദേഹം വന്നത് ഏത് കാലത്താണ്? വിജയനഗര സാമ്രാജ്യകാലത്താണ് അദ്ദേഹം വന്നത്. വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കാലത്താണ് നിക്കോളോ കോണ്ടി ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നമുക്കത് വായിക്കാം. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാന്തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. നിക്കോളോ കോണ്ടി. The great town Vijayanagara is situated near steep mountain ranges. There are attractive gardens and groves in this town. The markets of this prosperous town are full of costly goods. നിക്കോളോ കോണ്ടി. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ വസ്ത്രങ്ങൾ, ചന്ദനം, തുകൽ, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ലോഹങ്ങൾ, ഇവയ്ക്കെല്ലാം പുറംനാടുകളിൽ ആവശ്യക്കാരേറെയായിരുന്നു. ഇവയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരികൾ ഇന്ത്യയിൽ എത്തുക പതിവായിരുന്നു. ആരൊക്കെയായിരുന്നു അങ്ങനെ വന്ന വ്യാപാരികൾ? നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. ചൈനക്കാർ, അറബികൾ, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ എന്നിങ്ങനെയുള്ളവരാണ് ഇന്ത്യയിലേക്ക് വന്ന പുറം നാട്ടിൽ നിന്ന് വന്ന വ്യാപാരികൾ. ആരൊക്കെയാണ്? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവർ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ നിന്നും ഈ സുഗന്ധവ്യഞ്ജനങ്ങളും തുകല്, ആനക്കൊമ്പ്, ചന്ദനം, ലോഹങ്ങൾ, അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം അവർ ഇവിടെ നിന്നെല്ലാം വാങ്ങി അങ്ങോട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി കച്ചവടം നടത്തുമായിരുന്നു. അങ്ങനെ ഈ വാണിജ്യ കേന്ദ്രങ്ങൾ വികാസം പ്രാപിച്ചു. എന്തുകൊണ്ടായിരിക്കാം കൂടുതലും ഇവ വികാസം പ്രാപിച്ചത്? വാണിജ്യ കേന്ദ്രങ്ങൾ മിക്കവയും തീരപ്രദേശത്തായിരുന്നു. ഒന്നുകിൽ ഇവ നദീതീരത്തോ അല്ലെങ്കിൽ കടലോര പ്രദേശങ്ങളിലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് പുറംനാടുകളിൽ നിന്ന് ജലഗതാഗതം മൂലം വരാൻ എളുപ്പമായിരുന്നു. ജലഗതാഗതം താരതമ്യേന ചിലവും കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വന്ന് വ്യാപാരത്തിലേർപ്പെടാൻ എളുപ്പം സാധിച്ചു. അങ്ങനെ മധ്യകാല ഇന്ത്യയിൽ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. കോഴിക്കോട് നിന്നുള്ള പരുത്തി തുണിയെ യൂറോപ്യന്മാർ വിളിച്ചിരുന്നത് കാലിക്കോ എന്നാണ്. കോഴിക്കോട് നിർമ്മിക്കുന്നതായിരുന്നു അതിനെ വിളിച്ചിരുന്നതാണ് കാലിക്കോ എന്ന്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ വിളിച്ചിരുന്ന പേരാണ് കാലിക്കറ്റ്. അങ്ങനെയാണ് കോഴിക്കോടിന് കാലിക്കറ്റ് എന്ന പേര് വരുന്നത്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത അക്കാലത്തെ ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. The towns in India are highly populous and wealthy. The streets of the cities were flooded with diverse goods. Delhi and Daulatabad are colorful cities. Ibn Battuta. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്.
വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് വൈവിധ്യമാർന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഗ്ര, ഫത്തേപൂർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗ്ഗർ ദാൻ ലണ്ടൻ, the biggest city in the world. Delhi is a big and wealthy city. Ralph Fitch. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. റാൽഫ് ഫിച്ച്. ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ അന്നത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ധാക്ക, പൈത്താൻ, ഉറയൂർ, മധുര, കാഞ്ചീപുരം തുടങ്ങിയവ. ഇതൊക്കെ ഭൂപടത്തിൽ എവിടെയാണെന്നൊന്ന് നിരീക്ഷിക്കൂ. ഭൂരിഭാഗവും തീരപ്രദേശത്താണ്. അതുതന്നെയായിരുന്നു വ്യാപാരികൾക്ക് ഇങ്ങോട്ട് വരാനും വ്യാപാരം നടത്താനും സുഗമമാക്കി തീർത്തത്. നഗരത്തിലെ ജനങ്ങൾ ആരെല്ലാമായിരുന്നു? കൈത്തൊഴിലുകാർ, ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, അടിമകൾ എന്നിവരായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ച് നോക്കാം. മധ്യകാല ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ബർണിയർ. അദ്ദേഹത്തിൻ്റെ വിവരണം നമുക്കൊന്ന് വായിക്കാം. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Workshops. Big rooms were karkhanas. Function are found in many places. Embroiderers working under a supervisor are found in one room. Goldsmiths in another. Dyers and cobblers work in different rooms. Bernier. തൊഴിൽ കേന്ദ്രങ്ങൾ. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ബർണിയർ. എന്താണ് കാർഖാനകൾ? അദ്ദേഹം ഇതിൽ കാർഖാനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന തൊഴിൽ കേന്ദ്രങ്ങളാണ് കാർഖാനകൾ. എന്താണ് കാർഖാനകൾ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന തൊഴിൽ കേന്ദ്രം. അവിടെ ഏതൊക്കെ തൊഴിൽ ചെയ്യുന്നവരുണ്ടാകും? ചിത്രത്തുന്നൽ ചെയ്യുന്നവർ, എംബ്രോയിഡറി വർക്ക്സ് ചെയ്യുന്നവർ, പിന്നെയോ ഒരു മേൽനോട്ടക്കാരനുണ്ടാകും, പിന്നെയോ ചെരുപ്പ് നിർമ്മിക്കുന്ന ആൾ, സ്വർണ്ണപ്പണിക്കാരൻ, ചായം പൂശുന്ന ആൾ, പെയിൻ്റ് അടിക്കുന്ന ആൾ, അങ്ങനെ ആരൊക്കെ ഉണ്ടാകും? മേൽനോട്ടക്കാരൻ, ചെരുപ്പ് നിർമ്മിക്കുന്ന ആൾ, ലോഹപ്പണി അങ്ങനെ ചെയ്യുന്ന ആൾ, ചിത്രത്തുന്നൽ എംബ്രോയിഡറി ചെയ്യുന്ന ആൾ, പെയിൻ്റ് അടിക്കുന്ന ആൾ. അങ്ങനെ ഓരോ തൊഴിലിനും പ്രത്യേകം മുറികളായി തിരിച്ചിട്ടുള്ള തൊഴിൽ കേന്ദ്രമാണ് കാർഖാനകൾ. ആ കാർഖാനകളെ കുറിച്ചാണ് ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി വിശദമായി എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അക്കാലത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മധ്യകാല ഇന്ത്യയിലെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അക്കാലത്ത് മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയർ. അദ്ദേഹത്തിൻ്റെ രേഖകളിൽ നിന്നും നമുക്ക് അക്കാലത്തിൻ ജനജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. The lifestyle, dressing and food habits are extensively varied across India.
extravagantly, colorfully dressed people, and those sparsely clad were also found here. Tavernier. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ടവർണിയർ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അക്കാലത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും അസമത്വങ്ങൾ നിലനിന്നിരുന്നു. പ്രഭുക്കന്മാരും രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ എന്നിവരാണ് സമൂഹങ്ങളിൽ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത്. ഏറ്റവും താഴെ ജാതിയിലുള്ളവരാണ് കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നത്. ഓരോ ജാതിക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന ദുരാചാരങ്ങളാണ് സതിയും ശൈശവ വിവാഹവും. സതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ എന്താണ് സതി എന്ന്? പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ കത്തുന്ന ചിതയിലേക്ക് ഭാര്യ എടുത്തു ചാടി മരിക്കണമായിരുന്നു. അതാണ് സതി എന്ന ആചാരം. അത് അക്കാലത്ത് നിലനിന്നിരുന്നു. ശൈശവ വിവാഹം നിങ്ങൾക്കറിയാമോ? അന്ന് നിങ്ങളെക്കാൾ ചെറിയ കുട്ടികളെ പോലും വിവാഹം കഴിപ്പിച്ചിരുന്നു. പഠിക്കാനുള്ള അവസരം കുട്ടികൾക്കുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. അതാണ് ശൈശവ വിവാഹം. അക്കാലത്ത് ശൈശവ വിവാഹവും സതിയും നിലനിന്നിരുന്നു എന്നാണ് ടവർണിയറുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യകാല ഇന്ത്യ ഒരു വിജ്ഞാന കേന്ദ്രമായത് എങ്ങനെയാണ്? സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ് അമീർ ഖുസ്രു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. We, the Indians, can speak any language, but it is difficult for others to master our language. Indians do not go abroad in search of knowledge. It is the people from other countries who come to India. Chess, the Panchatantra stories, and mathematics are the contributions of India to the world. Amir Khusro. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനാകും. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അമീർ ഖുസ്രു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ത്യക്കാർക്ക് എല്ലാ ഭാഷയും വഴങ്ങും, പക്ഷേ മറ്റു രാജ്യക്കാർക്ക് ഇന്ത്യക്കാരുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. മറ്റു രാജ്യക്കാർ ഇന്ത്യയിൽ വന്നാണ് അറിവ് നേടുന്നത്. ഇന്ത്യ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ആരും പുറത്തുപോയി പഠിക്കാറില്ല. പുറം നാട്ടുകാരെല്ലാം ഇന്ത്യയിൽ വന്നാണ് പഠിക്കുന്നത്. പിന്നെന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ചതുരംഗം, സംഖ്യാശാസ്ത്രം, പഞ്ചതന്ത്ര കഥകൾ എന്നിവ ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനകളാണ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളായിരുന്നു ആഗ്ര, ലാഹോർ, കാഞ്ചി, ഡൽഹി തുടങ്ങിയവ. ഇവിടേക്ക് പുറത്തുനിന്നും വിദ്യാർത്ഥികൾ പഠിക്കുവാനായി വരുമായിരുന്നു. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അക്കാലത്ത് മധ്യകാല ഇന്ത്യ പുരോഗതി നേടിയിരുന്നു. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ഒരു പ്രസിദ്ധമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ്. നിരവധി കൃതികൾ അക്കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. ജയ്പൂർ, ഡൽഹി തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്? മധ്യകാല ഇന്ത്യയിലെ തൊഴിലുകൾ, തൊഴിൽ സമ്പ്രദായങ്ങൾ, നഗരങ്ങൾ, വാണിജ്യങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, അവരുടെ വിദ്യാകേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. എല്ലാവർക്കും ഇത് മനസ്സിലായോ? നമുക്ക് ഇനി ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. Who was Niccolo Conti? Niccolo Conti was an Italian traveler who visited India. ആരായിരുന്നു നിക്കോളോ കോണ്ടി? ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു നിക്കോളോ കോണ്ടി. Who was Ibn Battuta? When did he visit India? Ibn Battuta was a Moroccan traveler. He visited India during the Sultanate period. ഇബ്നു ബത്തൂത്ത ആരായിരുന്നു? എപ്പോഴാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്? ഇബ്നു ബത്തൂത്ത ഒരു മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം സൽത്തനത്ത് കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത്. When did the English traveler Ralph Fitch visit India? Ralph Fitch visited India during the Mughal period. ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ച് ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണ്? റാൽഫ് ഫിച്ച് ഇന്ത്യ സന്ദർശിച്ചത് മുഗൾ കാലഘട്ടത്തിലാണ്. Name the foreigners who engaged trade with India. The foreigners who engaged in trade with India were the Chinese, the Arabs, the Portuguese, the Dutch, the English and the French. ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ട വിദേശികൾ ആരെല്ലാമായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരെല്ലാമായിരുന്നു ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ട വിദേശികൾ. What are the common geographic features that helped the progress of the South Indian trade centers? The trade centers in South India situated on seashore and river banks. It was easy to reach these centers and return from there. Water transportation is comparatively less expensive. This helped the progress of trade centers in South India. ദക്ഷിണേന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പുരോഗതിയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാം? ദക്ഷിണേന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്തിരുന്നത് കടൽ തീരത്തോ നദീതീരത്തോ ആയിരുന്നു. ജലഗതാഗതം പൊതുവെ ചിലവ് കുറഞ്ഞതായിരുന്നു. ഇത് വ്യാപാര സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വഴിതെളിച്ചു. Who wrote Leelavati, a famous work in mathematics? ഭാസ്കരാചാര്യ. ഗണിതശാസ്ത്രത്തിലെ പ്രശസ്ത കൃതിയായ ലീലാവതിയുടെ കർത്താവാര്? ഭാസ്കരാചാര്യൻ. What was Karkhanas? Karkhanas were the centers that produced and supplied goods for the palaces of the Mughal kings and nobles. കാർഖാനകൾ എന്നാൽ എന്താണ്? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന തൊഴിൽ കേന്ദ്രങ്ങളാണ് കാർഖാനകൾ. Which occupational groups could be found in the karkhanas? Embroiderers, goldsmiths, dyers and cobblers. ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്? ചിത്രത്തുന്നൽ, ചെരുപ്പ് നിർമ്മാണം, സ്വർണ്ണപ്പണി, ചായംപൂശൽ. Who was Amir Khusro?
Amir Khusro, the poet who lived during the Sultanate period. സൽത്തനത്ത് കാലഘട്ടത്തിലെ ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു.